അപ്പോൾ അർജുൻ്റെ ലോറി എവിടെയാണ് അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത്? അത് മലപ്പുറത്ത് വണ്ടൂർ, മലപ്പുറത്ത് പല ഏരിയ ഉണ്ട്. ഒന്ന് തലപ്പാടി, ഇവിടെ ഈ കാസർഗോഡ് മംഗലാപുരം ചെക്ക് പോസ്റ്റ് ബോർഡറിലുള്ള, ഒന്ന് ഗോവ മംഗലാപുരം ചെക്ക് പോസ്റ്റ്, 2 ചെക്ക് പോസ്റ്റുകൾ കടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഗോവ മുഖ്യമന്ത്രിയെ ചേർത്തിട്ടും അവിടെയുള്ള മറ്റു പല പ്രമുഖരെയും ചേർത്തിട്ട്, അതായത് ആദ്യം BJP-യിലുണ്ടായിരുന്ന പിന്നെ ആം ആദ്മിയിലേക്ക് പോയ ഒരു പ്രമുഖ വ്യക്തിയുണ്ട് അവിടെയുള്ള, പുള്ളിക്കാരനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വീഡിയോസും പല മീഡിയയിലും ഇത് ഇറങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലുള്ള ആർക്കും അറിയാത്തത് മാത്രമാണ്. ഇത് കേരളക്കാരാണ് മൊത്തം. കാരണം അവരെ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കിതിൽ ഇൻവോൾവ് ഇല്ല. നമ്മളിപ്പോൾ പറയുന്നു ഗോവയിലുള്ള ഒരാൾ, അയാളും കൂടെയാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സറിവില്ല. അയാളുടേതാണ് പേപ്പർ, അയാളുടെ പേരിലാണ് ലൈസൻസ്. അയാൾ കുടുങ്ങിക്കഴിഞ്ഞാലും അയാൾ കുടുങ്ങും, ഇവർക്ക് ഇങ്ങോട്ട് പോരാം. അതായത് ഈ കടത്തിക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക് തന്നെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതായത് പുറത്ത് വിൽക്കാനല്ല അവർ കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മരത്തിന്റെ ലോഡ് കുറവുണ്ടെങ്കിൽ മാത്രം ഇവർ കുറച്ച് കൊടുക്കുന്നു. ഞാൻ നേരിട്ട് കണ്ടതാണ് ഈ ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ഓഫീസിൽ നിന്നല്ല സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓഫീസറെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഓൾറെഡി വെളിയിൽ ഒരു സ്ഥലം പറയും. ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ വെച്ചിട്ട് ഇത് സൈൻ ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ അവിടെയുള്ള ഈ ചെക്ക് പോസ്റ്റിൽ അവർക്കൊരു മാമൂലുണ്ട്. അത് സ്ഥിരം ആ മാമൂല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ നോക്കുകയോ ഒന്നുമില്ല. വളരെ റെയറായിട്ട് ഏതെങ്കിലും പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. നമസ്കാരം. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെയും അദ്ദേഹം ഓടിച്ചിരുന്ന ലോറിയെയും കാണാതായിട്ട് 1 മാസം ഇപ്പോൾ കഴിയുകയാണ്. ഈ അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്നത് കള്ളത്തടിയാണ്. അതായത് നിയമവിരുദ്ധമായി ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന തടിയാണെന്ന് DNA ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത്. അത് കൂടുതൽ ആധികാരികമായി, കൂടുതൽ തെളിവുകളോടെ ഞങ്ങൾ DNA ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഈ മേഖലയുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്താൻ നമുക്ക് നിർവാഹമില്ല. പക്ഷേ എങ്ങനെയാണ് ഗോവയിൽ നിന്ന് ഈ തടി അതിർത്തി കടന്ന് കേരളത്തിലെത്തുന്നത് എന്ന് ഇദ്ദേഹം പറയും. ഗോവയിൽ നിന്നാണ് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടി വന്നിട്ടുള്ളത്. അതെ, അത് താങ്കൾക്ക് ഉറപ്പാണല്ലോ. എങ്ങനെയാണ് ഗോവയിൽ ഈ തടി ഇടപാട്? തടി എവിടെ നിന്നാണ് ഇത് മുറിക്കുന്നത്? ഇത് അവിടെ ഓൾറെഡി മൈനിങ് കഴിഞ്ഞ് ബ്ലോക്കായ സ്ഥലങ്ങളുണ്ട്. അതായത് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത്. ഈ സ്ഥലങ്ങൾ പിന്നീട് ഈ കമ്പനികളിൽ നിന്ന് പോയതിന് ശേഷം ഈ മരങ്ങളൊക്കെ പിന്നെ വെറുതെ കിടക്കുക. അതായത് ആളില്ലാതെ. ഇതിന് ഉടമസ്ഥരാരാണെന്ന് ചോദിച്ചാൽ ആരുമില്ല. ഗവൺമെൻറ് ആണോയെന്ന് ചോദിച്ചാൽ അല്ല, കമ്പനിയാണോയെന്ന് ചോദിച്ചാൽ അല്ല, ഇതിൻ്റെ ഭൂ ഉടമകളാണോയെന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ അതേപോലെ കിടക്കുന്ന മരങ്ങൾ പ്രാദേശികമായിട്ടുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്ക് ചെറിയ കാശ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികൾ, അതായത് മരം മുറിക്കുന്ന തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് പല സൈഡിൽ നിന്ന് കൊണ്ടുപോയതിന് ശേഷം അവർ ഈ സ്ഥലങ്ങൾ വെച്ച് ഈ മരം മുറിക്കും. മരം മുറിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇതിൻ്റെ വലിയ തടികൾ, അതായത് ഏറ്റവും വലിയ മുഴുവൻ മുറിച്ചിടുവാണെങ്കിൽ തന്നെ വലിയ തടികൾ നോക്കിയിട്ട് ഫസ്റ്റ് ലോഡ് കയറിപ്പോരും. ആദ്യത്തെ പ്രാവശ്യം അത് കയറിപ്പോരും. അത് കയറി പോന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇത് മറ്റ് ചെറിയ ഫർണിച്ചറുകൾക്ക് വേണ്ടി, അതായത് മേശ, അതേപോലെ സ്റ്റൂളുകൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ കട്ടൻസ് അവിടെ നിന്ന് വീണ്ടും കയറ്റും. അപ്പോൾ ഇത് ഒരു മരം മുറിക്കുമ്പോൾ തന്നെ പല ഭാഗങ്ങളായിട്ടാണ് ഇത് കയറി വരുന്നത്. അപ്പോൾ അർജുൻ്റെ ലോറി ഇതേപോലെ അവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഈ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരം ഈ വരുന്ന ലോഡുകൾ മുഴുവൻ, അതായത് അവിടെ നിന്ന് ഗോവയിൽ നിന്ന് വരുന്ന ലോഡ് എല്ലാ ലോറികളും അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് പോരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കോൺടാക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഡ്രൈവർ വിളിച്ചുകൊണ്ടിരിക്കും, ചെക്ക് പോസ്റ്റ് കടന്ന് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് അവിടെ ഗോവയിൽ തന്നെ ആളുണ്ട്, കേരളത്തിലുള്ള ആളുകളുണ്ട്. ഇത് പ്രാദേശികമായിട്ട് ഗോവയിൽ തന്നെ ഇതിനെതിരെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം മുറി ഉള്ള ഭൂമി മുഴുവൻ തരിശായിക്കൊണ്ടിരിക്കുക അവിടെ. കാരണം ഒരു ഏരിയ മുഴുവൻ അത് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഓഫീസിലായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ചെറിയ ചെറിയ കാശ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോഡ് വണ്ടി കയറും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്ന് അത് നേരെ മലപ്പുറം, മഞ്ചേരി, വണ്ടൂർ ഈ സൈഡിലുള്ള ചെറിയ ചെറിയ മില്ലുകളിലേക്ക് ഇത് സപ്ലൈ ആയി പോകും ഓൾറെഡി. അവിടെ നിന്ന് പിന്നെ ഫർണിച്ചറായിട്ട് മാറുകയാണ് ഈ സാധനം ചെയ്യുന്നത്. ഇത് ശരിക്കും കള്ളത്തടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോറി ഇവിടുന്ന് ഈ ഏരിയയിലോട്ട് കടത്തി വിടുന്നത്? അത് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയിട്ടാണോ? പോകുമ്പോൾ ഇത് പ്രശ്നമല്ല. പോകുമ്പോൾ നമ്മൾ ഗോവയിലേക്ക് എന്ത് ലോഡ് കൊണ്ടുപോവുകയാണെങ്കിലും അതിനവർ ശ്രദ്ധിക്കത്തില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോൾ
അങ്ങോട്ടേക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാത്രമേ അവർ ടാക്സിൻ്റെ പ്രശ്നങ്ങളോ മറ്റോ അവർ ചെക്കിങ്ങോ ഉണ്ടാകത്തുള്ളൂ ഈ ചെക്ക് പോസ്റ്റിൽ. ഗോവ കർണാടക ചെക്ക് പോസ്റ്റ്, അതായത് മെയിൻ ഗോവയിൽ നിന്ന് കിടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് മാത്രമേ ഈ ലോഡിന് പ്രശ്നമുള്ളൂ. ഇത് കയറ്റുന്ന സ്ഥലം മുതൽ ഈ ചെക്ക് പോസ്റ്റ് വരെ ഒരാൾ പോലും ഇതിന് കൈ കാണിക്കത്തില്ല. കാരണം രാത്രി ഈ വണ്ടി ഓൾറെഡി 10 മണിയാകുമ്പോഴേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എന്തായിരിക്കും ഈ 10 മണി സമയം? ഈ രാത്രി 10 മണി എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ട്രാഫിക് ഒഴി, 2 വഴിയിലാരും ഉണ്ടാകത്തില്ല. ഇത് വണ്ടി ജി എസ് ടി ഓൾറെഡി ഗോവ സൈഡിലൊന്നും കാണത്തില്ല. കാരണം കണ്ടാലും നമ്മൾ കേരളത്തിലുള്ള ഏതെങ്കിലും റോഡ് സൈഡിൽ മാത്രമേ അത് കാണത്തുള്ളൂ. അവിടെ പ്രശ്നമില്ല. പിന്നെ അവിടെയുള്ള ഈ ചെക്ക് പോസ്റ്റിൽ അവർക്കൊരു മാമൂലുണ്ട്. അത് സ്ഥിരം ആ മാമൂല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ നോക്കുകയോ ഒന്നുമില്ല. വളരെ റെയറായിട്ട് ഏതെങ്കിലും പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് 10-15 മിനിറ്റ് കൊണ്ട് അവർ കാശ് അയച്ച്, കാരണം ഗൂഗിൾ പേ ആണല്ലോ, അത് കാശ് അയച്ച് അത് ഒഴിവാക്കും. പക്ഷേ ഇവരെ ലോറികൾ ഇടയ്ക്ക് കേരളത്തിൽ വെച്ച് പിടിക്കാറുണ്ട്. ഈ തലശ്ശേരി ഭാഗത്തോ ഇങ്ങോട്ടൊന്നുമില്ല. കർണാടക മംഗലാപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തലശ്ശേരി ഈ കോഴിക്കോട് ഇടയിൽ വെച്ചിട്ട് ചിലപ്പോൾ GST പിടിച്ച് കഴിഞ്ഞാൽ അത് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈൻ അടച്ചിട്ട് അത് ഒഴിവാകും. അവിടെ നിന്ന് ഇത് മരം സീൽ വെച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീല് വെച്ച് വരുന്നത് സീലൊന്നും സദ അടിക്കുന്നത് എങ്ങനെയാണ്? വ്യാജമായിട്ടാണെന്നാണോ താങ്കൾ പറയുന്നത്? അതെല്ലാവരും സ്വന്തമുണ്ട്. അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ല സദ രേഖപ്പെടുത്തുന്നത്. അയ്യേ, അവർക്കല്ല, ലോറിക്കാർക്കല്ല. അതായത് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ബേസായിട്ടൊരാളുണ്ടെന്ന്. കാരണം ഇത് നിയന്ത്രിക്കുന്ന ആൾ അയാളുടെ കയ്യിലാണ്. അയാൾ പറയുമ്പോഴാണ് ഈ ബില്ല് എങ്ങനെ എഴുതണമെന്നും അല്ലെങ്കിൽ ഇത് സീൽ ചെയ്യണം എന്നുള്ളതൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത്. ലോഡ് അവിടെ നിന്ന് കയറ്റി ഇതിൻ്റെ ബില്ല് ഇതാക്കി ഈ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇറക്കുക എന്നുള്ളത് അയാളുടെ ആണ് ആവശ്യം. അത് ഇവർക്ക് ഉത്തരവാദിത്വമില്ല. ഇവർക്ക് ആർക്കും അതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. ലോറി ഇറങ്ങിയിട്ട് ലോറി സ്ഥലത്തെത്തിയാൽ മാത്രമേ ഇവർക്ക് കാശും വരത്തുള്ളൂ, ഈ ലോഡിൻ്റെ കാശ്. ഇതിൻ്റെ ബില്ലുകൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സദ അപ്പോൾ ഈ വ്യാജ സദയാണ് ഇങ്ങോട്ട് വരുന്ന വണ്ടികളിലുള്ളത്? 101%. 100 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കത്തില്ല. 101%. ഇനി അതുപോലെ മറ്റൊരു കാര്യം, അതായത് ഇതിൻ്റെ തൊഴിലാളികളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ തൊഴിലാളികൾ കേരളത്തിൽ നിന്നുള്ളവരാണോ? അവിടെ തമ്പടിച്ച് ചെയ്യണം? അതെ, അവർക്ക് താമസിക്കാനുള്ളത്. അത് സ്ഥിരമായിട്ട് തൊഴിലാളികൾ ഒരു സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ഒരു സെക്ഷൻ ഒരു 3-4 മാസം ഒരു ടീം വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരുന്നത് വേറെ ആളെയായിരിക്കും. അവർ മാറിക്കൊണ്ടിരിക്കും. അവർ ഇപ്പം നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് ഈ തൊഴിലിന് ഇതായിട്ട് ബേസ് ചെയ്ത് പോകുന്നവരൊന്നും ഇതിന് പോകത്തില്ല ഗോവയിൽ. അല്ലാതെ എന്തെങ്കിലും ഒരു പണി വേണം, ഇത് അത്യാവശ്യം അറിയാം, ഒരു മോട്ടറിൻ്റെ കട്ട് ചെയ്യാം, അവിടെ പോയിട്ട് 3-4 ദിവസം ജോളിയായിട്ട് കഴിയാം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ കട്ട് ചെയ്യാൻ പോകുന്നവർക്കുള്ളൂ. അവർക്ക് എന്തായാലും വിഷയമൊന്നുമില്ല, കാശും കിട്ടും. അതുപോലെ ഈ 4-5 ദിവസം ലോഡ് എടുക്കാൻ വേണ്ടി ഈ വാഹനം കേരളത്തിൽ നിന്ന് പോകുന്ന ലോറി കാത്തു കിടക്കുമ്പോൾ ഈ ഡ്രൈവർ എന്താണ് ഇവരോടൊപ്പം ജോലിക്ക് കൂടുമോ, അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ജോലിയിൽ എന്താണ്? അല്ല, അവിടെയുള്ള ഫസ്റ്റിൽ ബ്രോക്കർ ഓഫീസിൽ ഈ ലോറി ചോദിക്കും ഞങ്ങൾക്ക് റിട്ടേൺ ലോഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ അപ്പോഴേ തന്നെ ഇവരെ എൻക്വയറി ഉണ്ടാവും. ഇതേപോലെ 12 വീലിനോ 14 വീലിനോ വണ്ടികൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, വണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കട്ട് ചെയ്ത്, കാരണം കട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ സൈസാക്കി ഈ തോട്ടത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ആരോ വന്നു കഴിഞ്ഞാൽ അവർ കത്തിച്ച് കളയും. ഇത് എടുത്തു കൊണ്ടുപോകത്തൊന്നുമില്ല ആരും. ഗോവയിൽ നിന്ന് ഒരാളും ഒരു കഷ്ണം മരം പോലും അവരെടുത്തു കൊണ്ടുപോകത്തില്ല. ഇത് കത്തിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കത്തിച്ച് ഒഴിവാക്കുന്ന, അവർക്ക് വലിയ മരങ്ങളാണെങ്കിൽ കൂടെ അവർ കത്തിച്ച് ഒഴിവാക്കുകയാണ്. അവർ മുറിച്ചിട്ട മരങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൂടി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്യോഗസ്ഥരോ അത് തീ പിടിച്ചതാന്നുള്ള രീതിയിൽ ആ സാധനം അങ്ങ് ഒഴിവാകും. ഇവർ പിന്നെ ഈ മരമാണ് ഇവരെന്ത് ചെയ്യുന്നത്, സാധനം ഇങ്ങോട്ടേക്ക് ഒരു ലോഡ് മരം മുറിച്ച്, അല്ല ഞാൻ ചോദിച്ചു വന്ന ചോദ്യത്തിലേക്ക് ഉത്തരവായിട്ടില്ല. അതായത് ഈ ഡ്രൈവർ മാറി 3-4 ദിവസം കാത്തു കിടക്കേണ്ടി വരും. ഇവർ കാത്തു കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 3 ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ച് സൈഡിൽ പോകാം. ഒരു ദിവസം അവിടെ വാട്ടർഫോൾസുകൾ കണ്ടമാനമുണ്ട്, കുറേ ടെമ്പിളുകൾ, വലിയ രീതിയിലുള്ള ടൂറിസ്റ്റ് ഏരിയ, ഈ ഫോറസ്റ്റ് ഏരിയകളിൽ, ഈ മൈനിങ് ഏരിയകളിൽ കാണാൻ നമുക്ക് ഭംഗിയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവരെന്തായാലും ഒരു ശമ്പളത്തിന് വേണ്ടിയായിരിക്കുമല്ലോ പോകുന്നത്. 3-4 ദിവസം വെറുതെ നിൽക്കുമ്പോൾ അവർക്ക് ബത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇവർ ലോഡ് വൈകുന്നതിനനുസരിച്ചിട്ട് ഇത് കൊടുക്കുന്നവർ, അതായത് ഈ ഗോവയിൽ നിന്ന് കയറ്റി വിടുന്നവരും ഡ്രൈവർമാരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പോൾ നിനക്ക് കുഴപ്പമില്ല, അത് മുതലാളിയായിട്ട് ബന്ധമില്ല, ലോറി ഓണറുമായിട്ട്. അതായത് ലോഡ് കയറ്റി വിടുന്ന ആളും ഡ്രൈവറും തമ്മിലുള്ള ഒരു ധാരണയാണ് അല്ലേ? എത്ര രൂപയാണ് ഡ്രൈവർ അവർക്ക് ഒരു ദിവസം ബത്തയായിട്ടുള്ളത്? അത് പിന്നെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ഡ്രൈവർമാരെ ബേസ് ചെയ്തിട്ടിരിക്കും.
കാരണം ഓൾറെഡി എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ലോഡ് പോയി വരുമ്പോഴത്തേനും ഇവർക്ക് ചെക്ക് പോസ്റ്റ് കൊടുക്കേണ്ട പൈസ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം കൂടെ തീർന്നു വന്നാൽ എങ്ങനെയായാലും കയ്യിൽ ഒരു 10-15,000 രൂപ ബാക്കിയാവും ഒരു ലോഡ് പോയി വരുമ്പോഴത്തേനും. അത് ചിലപ്പോൾ 3-4 ദിവസം വരുമെന്ന് മാത്രം, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പിന്നെ അവിടെ എല്ലാ ചിലവിനും എല്ലാ ഭക്ഷണത്തിനും കാരണം അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, സ്വന്തം ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങൾ, അല്ലാതെ തന്നെ പുറത്തുനിന്ന് വാങ്ങാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഗോവയിൽ വന്നിട്ട് 3-4 ദിവസം ഫ്രീ ആയിട്ട് താമസിക്കുക എന്ന് പറയുമ്പോൾ ഡ്രൈവർമാരായാലും തൊഴിലാളികളായാലും ഒക്കെ അവിടെ നിൽക്കും 2-3 ദിവസം. അത് കഴിഞ്ഞിട്ട് ഈ ലോഡായാലും മാത്രമേ അവരെടുത്ത് പോരത്തുള്ളൂ സംഭവം. അപ്പോൾ കർണാടക ഗോവൻ ചെക്ക് പോസ്റ്റിൽ എന്തായാലും ഇത് ചെക്ക് ചെയ്യില്ല. ഗോവൻ ചെക്ക് പോസ്റ്റിൽ ഒരു പിന്നെ അത് ഡ്രൈവർമാർ ഇപ്പോൾ ലോഡ് പോകുമ്പോൾ ഡ്രൈവർമാർ പറയും കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് പോസ്റ്റിൽ പ്രശ്നം ഉണ്ടായിട്ട് അവരടുത്ത ലോഡിന് 5,000 രൂപ ചോദിച്ചിട്ടുണ്ടെന്ന് എവിടെ പറയും? ലോഡ് കയറ്റി വിടുന്ന ആളിനോട് പറയും. അയാൾ വിളിച്ച് ചോദിക്കത്തൊന്നുമില്ല ചെക്ക് പോസ്റ്റിൽ, കാരണം അയാൾക്ക് ചെക്ക് പോസ്റ്റുമായിട്ട് കണക്ഷൻ ഇല്ല, ഡ്രൈവർമാർക്കാണ് കണക്ഷൻ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 ആണോ 5,000 കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർമാരെ ഏൽപ്പിക്കും. പക്ഷേ ഡ്രൈവർമാർ ഇവിടെ വന്നിട്ട് കരഞ്ഞു പറഞ്ഞിട്ട് ചിലപ്പോൾ 2,000-ലോ അല്ലെങ്കിൽ 3,000-ലോ അത് പല ഇതാണ്, ബാക്കി വരുന്നത് ഡ്രൈവർക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ലോഡുകൾ പോകാൻ ഡ്രൈവർമാർക്ക് ഇൻട്രസ്റ്റാണ്. ഇതേപോലുള്ള ലോഡുകൾ വരുമ്പോഴത്തേനും പല രീതിയിൽ ഇപ്പോൾ വഴിയിൽ നിന്ന് ഇപ്പം ജസ്റ്റ് അവിടെ നിന്ന് ലോഡ് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഡ്രൈവർ പറയുന്നു കാർവാർ എത്തിയപ്പോൾ എൻ്റെ ലോറി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പോലീസ് നിൽക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും കാശ് കൊടുക്കണം. അവർ ആ ലോഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രശ്നമുള്ളതാണ്. അത് ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് വേഗം കാശ് അയച്ചു കൊടുക്കും. അങ്ങനെ പല രീതിയിലും ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതിൽ വണ്ടി പോകുന്നവർക്ക്, കാരണം അവിടെ നിന്ന് വരുന്ന ലോഡിലൊന്നും വേറെ ആരും ഉണ്ടാകത്തില്ല, ഡ്രൈവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒറ്റ ലോഡിലും ഞാൻ കണ്ടിട്ടില്ല ഒരു അസിസ്റ്റൻ്റ് ഉള്ളത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നതെന്ന് വേറെ ആർക്കും അറിയില്ല. അയാൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഡ്രൈവർക്ക് മാത്രം അറിയാവുന്ന. അയാൾ വേറെ ആര് വന്നു, എവിടെ നിർത്തി, എവിടെ പോയി, എന്ത് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് റൂട്ടിൽ വന്നു എന്നുള്ളത് പോലും അവർക്കറിയാതെ എങ്ങനെ വരണം, എങ്ങനെ പോകണം. ഈ ഗോവ ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ എത്ര ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് വരുന്നത്? ഈ വണ്ടി 2 ചെക്ക് പോസ്റ്റ് മെയിനായിട്ട്. ഏതൊക്കെയാണ്? ഒന്ന് തലപ്പാടി, ഇവിടെ ഈ കാസർഗോഡ് മംഗലാപുരം ചെക്ക് പോസ്റ്റ് ബോർഡറിലുള്ള. ഒന്ന് ഗോവ മംഗലാപുരം ചെക്ക് പോസ്റ്റ്. 2 ചെക്ക് പോസ്റ്റുകൾ കടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ വഴിയിലൊന്നും ആരും ഇത്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പകൽ സമയങ്ങളിൽ അങ്ങനെ വണ്ടി ഓടിക്കത്തില്ല. പകൽ സമയങ്ങൾ മാക്സിമം ഒരു രാവിലെ ഒരു 9-10 മണി വരെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ 9 മണി വരെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും സൈഡിൽ ഒതുങ്ങി പാർക്ക് ചെയ്യുക. അവർക്ക് സ്ഥലങ്ങളുണ്ട്. ഈ ഷിരൂർ പോലുള്ള സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട് പാർക്ക് ചെയ്യുക. അവിടെ പാർക്ക് ചെയ്ത് അവർ റെസ്റ്റ് എടുത്ത്, ഇപ്പോൾ ഗോവയിൽ നിന്ന് 9 മണിക്ക് ലോഡ് കയറ്റുവാണെന്ന് വെച്ചാൽ മാക്സിമം 9-10 മണി ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-10 മണിയാകുമ്പോൾ ഡ്രൈവറെല്ലാം റെഡിയായി ഡ്രൈവർ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 2:30-3 മണി ആ സമയത്ത് ഇവരവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിനി എന്ത് തിരക്കുണ്ടെങ്കിലും, ഇനി വീട്ടിലെന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, അവർ ആ ലോറി അവിടെ സൈഡാക്കും. അവിടെ സൈഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടയിൽ നിന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ദോശക്കും ചട്നിക്കൊക്കെ. ഈ മരണപ്പെട്ടു ഇല്ലേ ആ കുടുംബം മുഴുവൻ പോയത്. കാരണം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചതാണ്, അവരെനിക്ക് ഭക്ഷണം തന്നവരാണത്. അതുകൊണ്ടാണ് ഞാൻ അത്ര കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ആ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനാണ് ഒന്ന് വലിച്ച്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന ഒന്ന് ബാത്റൂമിൽ പോയി. കേരളക്കാർ കുളിക്കത്തില്ല, കർണാടകക്കാരോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന ആന്ധ്രക്കാരോ അവർ ഇതിലും കൂടുതൽ അവർ കുളിച്ചിട്ട് വരുവാണ് തലേ ദിവസം. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യാനോ ഒന്നുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 മണി 8 മണി സമയത്ത് ഇവർ എഴുന്നേക്കും. അതാണ് സമയം. എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ചായയും കുടിച്ച് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 9:30-10 മണിയോടുകൂടി മാത്രമേ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് 10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മംഗലാപുരം എത്തുന്നത് വരെ പകൽ ട്രാഫിക് കൂടുതലായതുകൊണ്ട് റോഡ് വലുതാണല്ലോ, പോലീസ് റോഡിലുണ്ടാകത്തില്ല. ചെക്കിങ്ങിന് വേറെ പ്രശ്നങ്ങളൊന്നും മംഗലാപുരം ഗോവ ആ ഗ്യാപ്പിലില്ല. അങ്ങനെ വരുമ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തുന്നത് ഈ ലോറി നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നത് പോലെ സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ലല്ലോ, ലോഡ് കൂടുതലുള്ള. ഇപ്പോൾ ഒരു ലിമിറ്റ് സ്പീഡ് പോകുന്നതുകൊണ്ട് അവർക്ക് ടൈമിംഗ് ആണ്. അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെ അവർക്ക് ചെറിയൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെത്തുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം കേരളത്തിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ GST പിടിക്കും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇവർ ആ ടൈം അവർ നിൽക്കുന്ന ടൈം ഇവർക്കറിയാം. അല്ല അവരേത് സമയത്ത് റോഡിലുണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കറക്റ്റ് ഇവർക്കറിയാം. കാരണം അവർ പഠിച്ചിട്ടാണ് പോകുന്നത്. അത് കവർ ചെയ്തുകൊണ്ട് ബൈ ചാൻസ് കുടുങ്ങിയാൽ മാത്രമേ ഉള്ളൂ അവർ കവർ ചെയ്തുകൊണ്ട് ഈ സാധനം ലോഡ് ഇവിടെ എത്തുന്നത് മാത്രം.
ഇനി ഈ സുന്ദരം ഫർണിച്ചർ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബില്ലാണ് അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്നത്. ഈ ബില്ലാണ് ഞങ്ങൾ പുറത്തു വിട്ടത്. അങ്ങനെ ഒരു സ്ഥാപനം എങ്ങനെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഗോവയിലെ? അത് ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഗോവയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരിലോ? ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഗോവ മുഖ്യമന്ത്രിയെ ചേർത്തിട്ടും അവിടെയുള്ള മറ്റു പല പ്രമുഖരെയും ചേർത്തിട്ട്, അതായത് ആദ്യം BJP-യിലുണ്ടായിരുന്ന പിന്നെ ആം ആദ്മിയിലേക്ക് പോയ ഒരു പ്രമുഖ വ്യക്തി ഉണ്ട് അവിടെയുള്ള. പുള്ളിക്കാരനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വീഡിയോസും പല മീഡിയയിലും ഇത് ഇറങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലുള്ള ആർക്കും അറിയാത്തത് മാത്രമാണ്. ഇപ്പോൾ ഈ അർജുൻ്റെ ലോറിയിലേക്ക് വന്നിരിക്കുന്ന ആ ലോഡ് അവിടെ നിന്ന് പ്രശ്നമായിട്ട് വന്ന ലോഡാണ്. കാരണം അതിന് ഓൾറെഡി മറ്റ് വീഡിയോസും ഇതൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പിന്നെ ഇതെല്ലാം കൂടെ ഒരു കണക്ഷനായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇവർ തുടങ്ങിയിരിക്കുന്നതാണ് ഗോവയെ ബേസ് ചെയ്തിട്ടുള്ള ഒരാളെയും കൂടെ പാർട്ട്ണർഷിപ്പ് കൂട്ടിയിട്ട്. പുള്ളിക്ക് അറിയത്തില്ല കേട്ടോ, അതായത് ഗോവക്കാരനെ വ്യക്തിക്ക് അറിയില്ല ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ലോഡ് കയറി പോകുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ഒരു പാർട്ട്ണറാക്കിക്കൊണ്ട് പുള്ളി അവിടെയുള്ള ഒരു കാര്യപ്പെട്ട ഒരു സിറ്റിയിൽ, ഹോണ്ട എന്ന് പറയുന്ന ഗോവയുടെ ഒരു ഏരിയയിലുള്ള ഒരു സിറ്റിയിലുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്, ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അയാളെ ഷെയർ കൂട്ടിയിട്ടാണ് ഈ ഫർണിച്ചർ ഷോപ്പുള്ളത്, സുന്ദരം ഫർണിച്ചർ എന്ന് പറയുന്നത്. അയാളെ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നടത്തുന്നത് കേരളക്കാരാണ്, മലപ്പുറം, ഈ വണ്ടൂർ ആ സൈഡിലുള്ളവരാണ്. അപ്പോൾ അർജുൻ്റെ ലോറി എവിടെയാണ് അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത്? അത് മലപ്പുറത്ത്, വണ്ടൂർ, മലപ്പുറത്ത് പല ഏരിയ ഉണ്ട്, മഞ്ചേരി മുതൽ. കാരണം ഒരാളല്ല, ഇപ്പോൾ മില്ല് നടത്തുന്നവർ എനിക്കൊരു ലോഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത്ര കുബി മരം എനിക്ക്, ബാക്കി ഇന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക്, ഓരോ മില്ലുകളിലേക്ക് ഈ സാധനം ഇറക്കി കൊടുക്കും. അവർക്കൊരു വിലയുണ്ട് അതിന്. കാരണം അവിടെ എത്തി കഴിയുമ്പോൾ ഇതിൻ്റെ വില മാറി. അതായത് ഒരു ലോഡ്, ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന ചോദ്യം ഇതാണ്, അതായത് ഒരു ലോഡ് തടി അവിടെ മുറിച്ച് ഈ ലോഡിൽ കയറ്റി നിർത്തുമ്പോൾ എത്ര രൂപ ഉദ്ദേശം ചിലവാകും? അവിടെ ഓൾമോസ്റ്റ് ഇപ്പം ഫോറസ്റ്റിൽ അല്ലെങ്കിൽ പണിക്കാർ ഇതൊക്കെ കൂടെ ഒരു ലോഡ് ഓൾമോസ്റ്റ് കയറ്റി വരുമ്പോൾ ഒരു 30,000, 40,000 രൂപ, 50,000 രൂപയ്ക്ക് ചോടെ എല്ലാ ഇടപാടും തീരും. അതായത് മരത്തിൻ്റെ വില ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ. മരത്തിന് വിലയില്ലല്ലോ, വെറുതെ മുറിക്കുകയാണ്. മരത്തിന് ആർക്ക് വില കൊടുക്കണം? മരത്തിന് കൊടുക്കേണ്ടത് ഇതുമായിട്ട് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ കൈമടക്കും. അത് പല രീതിയിൽ വരാം. കണ്ടിന്യൂ ആവുകയാണെങ്കിൽ ചിലപ്പം ചെറിയ കാശിന് നിൽക്കും. കുറേ കഴിഞ്ഞിട്ടാണ് ലോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഇത് ഒരു ടൈമിൽ നിൽക്കും. ഇത് മഴ കൂടി വരുന്ന സമയത്ത്, ചില ടൈമിൽ ഇത് നിൽക്കുന്ന സമയത്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊരു സംഖ്യ കൊടുക്കും. അതായത് 1 ലക്ഷമോ ഒരു 2 ലക്ഷമോ അവർക്ക് ടോട്ടലായിട്ട് കൊടുക്കും. അവർക്ക് അതാണ് വേണ്ടത്, അവർക്ക് ഒന്നിച്ച് കിട്ടുന്ന ഒരു കാശ്. പിന്നെ ലോഡ് കയറി പോകുമ്പോഴേ ചെറിയ ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരാണോ അതോ? അല്ല, അവർക്ക് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുമണ്ഡലമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. അല്ല, അവർക്ക് ഈ ഭൂമി കുറേ ഉണ്ട്, ഭൂവുടമകളാണ്. അവർക്ക് കണ്ടമാനം ഭൂമിയുണ്ട്. അതിൽ നിന്ന് ആര് മരം വെട്ടിയാൽ എന്താ, വെട്ടിയിട്ടില്ലെങ്കിൽ എന്താ, അവർക്ക് തൽക്കാലം ചിലവ് കഴിഞ്ഞു പോകാനുള്ളതും അവരാവശ്യത്തിനുള്ളതും കാശ് കിട്ടണം. ഈ രജപുത്ര അല്ല, ഈ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതായത് ഈ മരത്തിൻ്റെ ഇത് അവിടെ നിന്ന് കയറ്റുന്ന അവർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന ഇവരൊക്കെ ഇതേപോലെ രജപുത്ര ഇതേപോലുള്ള ഒരു വലിയ വലിയ കുടുംബങ്ങൾ, അവരും ശരിക്കും ഇതിൽ ഇൻവോൾവ് ആണ്. ഇത് കേരളക്കാരാണ് മൊത്തം. കാരണം അവരെ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കിതിൽ ഇൻവോൾവ് ഇല്ല. നമ്മളിപ്പോൾ പറയുന്നു ഗോവയിലുള്ള ഒരാൾ, അയാളും കൂടെയാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സറിവില്ല. അയാളുടേതാണ് പേപ്പർ, അയാളുടെ പേരിലാണ് ലൈസൻസ്. അയാൾ കുടുങ്ങിക്കഴിഞ്ഞാലും അയാൾ കുടുങ്ങും. ഇവർക്ക് ഇങ്ങോട്ട് പോരാം, ട്രെയിൻ 250 രൂപ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവരുടെ സ്വത്ത് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വാടകയ്ക്ക് താമസിക്കുന്നു. അതായത് ഒരു ലോഡ് കയറ്റുമ്പോൾ ഒരു 30,000 രൂപയുടെ ചിലവ്, ഇനി ലോറിയുടെ വാടകയും ഡ്രൈവറുടെ ബാറ്റയും അതുപോലെ ചെക്ക് പോസ്റ്റിലെ കൈമടക്കും എല്ലാം കൂടി ചേർത്ത് ഒരു ലോഡ് ഇപ്പോൾ ഈ പറയുന്ന 50,000 രൂപയോ, അതായത് 30,000 രൂപ ഏകദേശം അവിടെ തന്നെയാവും. 20,000 രൂപയ്ക്ക് അല്ലല്ല, അവരെ ചിലവ്. അതായത് ഈ ലോഡ് മൊത്തം ലാവിഷായിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞത് മരം ഫോറസ്റ്റ് ഓഫീസർക്ക് കൊടുക്കുന്ന കാശ്, ചെക്ക് പോസ്റ്റ് കൊടുക്കുന്ന കാശ്, ഈ മുറിക്കുന്നവർ 4-5 പേരുണ്ടാവും. അപ്പോൾ ഒരാൾക്കൊരു 2,000 രൂപ വെച്ച് കൂട്ടുവാണെങ്കിൽ ആ കാശ് 2,000, 1,000 രൂപക്കൊക്കെ പണിയെടുക്കുന്നവരുണ്ട് അവിടെ. 1000 രൂപ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല, കാരണം അവർ മുറിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് ഒരു 5 മണി ആകുമ്പോഴും ഇവരിറങ്ങും മുറിക്കാൻ. ഒരു 10 മണി 11 മണി വരെ മുറിക്കത്തുള്ളൂ, വൈകുന്നേരം വരെ ഒന്നും മുറിക്കത്തില്ല. കാരണം ആ സമയത്തുള്ളൂ, ഇത് ഒന്നും നോക്കാനില്ലെന്ന്, കാലി കിടക്കുന്ന സ്ഥലമല്ലേ, വെറുതെ വാള് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. തലയും മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് ചെയ്യുന്നത് ക്രെയിനാണോ? ക്രെയിൻ വരും അവിടെ, വാടകയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ക്രെയിൻ കിട്ടും. എല്ലാം കൂടി ഉൾപ്പെടെ 30,000 രൂപയ്ക്ക് തീരും. ക്രെയിൻ ലോഡ് കയറ്റുന്നത് വരെയുള്ളത് ഈ 30,000 രൂപയ്ക്ക് തീർന്നു.
ബാക്കി ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോറി വാടക വരുന്നത്. ഓരോ ലോഡ്, അതായത് ഇത്ര വീല് വണ്ടിയാണെങ്കിൽ അതിന് ഇത്ര വാടക, അത് 30,000 രൂപ മുതൽ 50,000 രൂപ വരെ. ഓൾമോസ്റ്റ് ഇത് ആ സ്ഥലത്തെത്തുമ്പോൾ വാടക അടക്കം ഒരു 1,00,000 അടുത്ത് ടോട്ടൽ ഇതിന് ചിലവ് വരും. പക്ഷേ ഇത് ഇവിടെ വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും? ഇത് വിൽക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിപ്പ് വില എത്ര വരും? അതിന് നമുക്ക് വില മതിക്കാൻ പറ്റില്ല. എങ്കിലും ഉദ്ദേശം അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില മതിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കൊണ്ടുപോകുന്ന സാധനം, നമ്മൾ ഈ വിറകിനെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന സാധനമാണെങ്കിലും ഇത് സ്ലൈസ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നു, ഇത് ഫർണിച്ചറായി മാറുവാണ്. നമുക്ക് ഇവിടെ തേക്കാണെന്നും ഈട്ടിയാണെന്നും പിന്നെ ഭയങ്കര കളർ ചെയ്തിട്ടൊക്കെ കിട്ടുന്ന മരങ്ങൾ മുഴുവൻ അക്കേഷ്യയാണ്. അതിൻ്റെ വെള്ളയോ അതിൻ്റെ ഇതോ ആണ് ഈ അക്കേഷ്യയാണ് മുഴുവൻ കയറി വരുന്നത്. അതായത് ഈ കടത്തിക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക് തന്നെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതായത് പുറത്ത് വിൽക്കാനല്ല അവർ കൊണ്ടുവരുന്നത്. അത് അങ്ങനെയാണെങ്കിൽ പോലും അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മരത്തിൻ്റെ ലോഡ് കുറവുണ്ടെങ്കിൽ മാത്രം ഇവർ കുറച്ച് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു താങ്കൾ ഈ രംഗത്തുള്ള ആളാണ്, അങ്ങനെയാണെങ്കിൽ ഇത് മലപ്പുറത്തെത്തുമ്പോൾ, ഗോവയിൽ നിന്ന് ഇതുപോലൊരു ലോഡ് മലപ്പുറത്തെത്തുമ്പോൾ ഏകദേശം എത്ര ലക്ഷം രൂപ വില മതിക്കും? ഒരു ഏകദേശ കണക്ക്. ഒരു എങ്ങനെയായാലും ഒരു ലോഡിന് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് കിട്ടും. അത് ഓരോ ലോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ. അത് ഫർണിച്ചർ ആകുമ്പോൾ അതിലും കൂടിയിട്ടോ. കാരണം ഇവർക്ക് ഏജൻറ്റുകളുണ്ട്. പിന്നീട് ഇത് മരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഫർണിച്ചർ ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കയറ്റി പോവുകയാണ്. ഇന്ന് കേരളത്തിലുണ്ടാക്കുന്ന ഫർണിച്ചറിൽ ഒരു 80% മഞ്ചേരി വണ്ടൂരാണ്. അവിടെ ചെറിയ ചെറിയ മില്ലുകൾ ഒത്തിരിയുണ്ട്. ഇത് മുഴുവൻ ഫർണിച്ചറായിട്ട് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ സാധനം കയറി പോവാണ്. അവർ ക്രെഡിറ്റ് പോലും ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ 10 ലക്ഷം രൂപ ഈ ഫർണിച്ചർ ക്രെഡിറ്റ് തരും. അവർക്ക് വിഷയമല്ല. നിങ്ങളൊരു ഫർണിച്ചർ ഷോപ്പ് തുറക്കുകയാണെങ്കിലും അവർ ക്രെഡിറ്റ് തരും. വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അവർ പിന്നീട് കാശ് റിലീസ് ചെയ്തോളും. അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് ബൾക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തൊഴിലാളികളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ബൾക്കായിട്ട് ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പല രീതിയിൽ ഈ സാധനം പോകുന്നു. ഇപ്പോൾ ഒരു അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന ഒരു ഉരുളൻ തടി, ആ ഉരുളൻ തടി വെച്ചിട്ട് ഒരു സ്റ്റൂൾ ഉണ്ടാക്കാം. ഒരു ഉരുളൻ തടി അത് 2000-2500 രൂപ, മിനിമം 1350 രൂപ, കൂടി വന്ന 3000 രൂപ. ആ ഒരു ചെറിയ തടി, ആ ഒരു ഇത് സ്ലൈസായിട്ട് വരുമ്പോഴേട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഈ സ്റ്റൂളുകൾ ഡിസൈൻ ചെയ്തിട്ട് ഈ സാധനം വരുന്നത്. അപ്പോൾ ഈ ഒരു 300 പീസ്, ഒരു പീസ് വരുമ്പോഴേ നമുക്ക് ഓൾമോസ്റ്റ് ഇവർക്ക് ഒരു 2500 രൂപ 3000 രൂപ അവരുടെ റേറ്റാണ്. അത് വരുമ്പോഴേ ഈ ലോഡ് വരുന്ന സാധനം മുഴുവൻ ഫർണിച്ചർ ആകുമ്പോൾ എത്ര കാശാണ് മാറുന്നത്. ഇത് പണിയാൻ എല്ലാം മെഷീനറികളാണ് ഉപയോഗിക്കുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വലിയ ഫണ്ടായിട്ട് മാറുക, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ ഫണ്ടുകളായിട്ട് മാറുകയാണ് ഈ സാധനങ്ങൾ. അപ്പോൾ ഈ സുന്ദരം ഫർണിച്ചർ ഹബിൻ്റെ ബില്ല്, ആ ബില്ലിലെ GST നമ്പർ എല്ലാം അവരുടെ GST നമ്പർ തന്നെയാണ്. പക്ഷേ ഇത് പിന്നീട് ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ, നടപടികളിലേക്ക് വരുമ്പോൾ ഇത് അതിൻ്റെ യഥാർത്ഥ ഉടമയെ ബാധിക്കുന്നൊന്നല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം അറിയുന്നില്ല എന്ന് താങ്കൾ പറയുന്നു? ഇല്ല, പുള്ളിക്ക് അറിയാം. ഫസ്റ്റ് എപ്പോഴോ ഒരു ലോഡ് എനിക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകണോ, അതിനുള്ള ഒരു ബില്ല് ഇവിടെ നിന്നൊക്കെ മണലെടുക്കുന്നുണ്ട്. ഈ മണൽ കൊണ്ടുപോകുമ്പോൾ ഒരു ലോഡിന് മാത്രമേ പാസ് എടുക്കത്തുള്ളൂ. അതിൻ്റെ മറവിൽ 10 ലോഡ് കൊണ്ടുപോകും. അതേപോലെ തന്നെ ഈ പുള്ളിയോട് ഫസ്റ്റ് ടൈമിൽ എപ്പോഴോ പറഞ്ഞിരിക്കുക, ഒരു ലോഡ് എനിക്ക് കേരളത്തിലേക്ക് ഫർണിച്ചർ, അതായത് പുള്ളി ഫർണിച്ചറിൽ ഷെയറാണ്. അവിടത്തേക്ക് ഉണ്ടാക്കാനുള്ള സാധനം ഈ മരം കേരളത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഫർണിച്ചറായിട്ട് തിരിച്ചു വരണോ, അതിന് നിങ്ങൾ ബില്ല് ഒപ്പിടണം. ഒരു ബില്ല് ഒപ്പിട്ട് കിട്ടിയാൽ മതി, ബാക്കി മുഴുവൻ അവരവരുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, ഞങ്ങൾ പുറത്തുവിട്ട ബില്ലിൽ ഗോവയിൽ നിന്നാണ് ഈ തടി കയറ്റിയിരിക്കുന്നത്. ഇത് അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് കർണാടകയിലെ ഹാവേരി ജില്ലയിലുള്ള ഒരു സ്ഥലം. അത് പിന്നെ കർണാടകയിലോ അല്ലെങ്കിൽ കണ്ണൂർ, ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള ഇങ്ങേ വശത്തോ ഒന്നും ഈ ലോഡ് ഒരു ലോഡ് പോലും ഇറക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് ബില്ലിൽ ഉണ്ടായിരുന്നത് അൺലോഡ് ചെയ്യേണ്ടത് അവിടെയാണ്. ബില്ല് ആര് ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ ഈ പറയുന്ന, അതായത് ഈ അൺലോഡ് ചെയ്യാനുണ്ടായിരുന്ന സ്ഥലം കാവേരി ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം പിന്നിട്ടാണോ ഈ ഷിരൂരിൽ, മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ വരേണ്ടത്? എത്ര ദൂരം, ഉദ്ദേശം എത്ര മണിക്കൂർ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ? പിന്നിട്ടതിന് ശേഷമാണോ? പിന്നിട്ടതിന് ശേഷം ഓൾമോസ്റ്റ് 100-400 കിലോമീറ്റർ കവർ ചെയ്യണം. അതായത് ഈ പറയുന്ന കർണാടകയിലെ ഈ സ്ഥലങ്ങൾ കഴിഞ്ഞതിന് ശേഷം 400 കിലോമീറ്റർ വേണ്ട. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ 450 കിലോമീറ്റർ കവർ ചെയ്യണം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇത് ഒരു ലോഡോ, നമ്മൾ വിചാരിക്കും ഇത് 1 ലോഡോ 2 ലോഡോ 3 ലോഡോ അല്ല വരുന്നത്. നമുക്കൊരു ദിവസം ഈ പറഞ്ഞ ഈ ബോർഡർ വന്ന് ചേരുന്ന സൈഡിൽ വന്ന് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അറിയാം ലോഡുകൾ രാത്രി എത്ര വരുന്നതെന്ന്. അത് പല ടൈപ്പിലുള്ള മരങ്ങൾ, ലോഡുകൾ. ഇവിടെ വേറെ ഒന്നുമില്ല, മരം തന്നെ കൊണ്ടുവരുന്നു ഇങ്ങനെ. അത് അപ്പോൾ ഇത് എന്തായിരുന്നാലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും എല്ലാവരുടെയും ഒത്താശയോടു കൂടിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.
പോലീസില്ലേ ഇല്ല, ഫോറസ്റ്റിനെ നമുക്ക് മൊത്തത്തിൽ പറയാനും പറ്റത്തില്ല. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പം നമുക്ക് ഇതുമായിട്ട് അറിവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടതാണ് ഈ ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ഓഫീസിൽ നിന്നല്ല സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓഫീസറെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഓൾറെഡി വെളിയിൽ ഒരു സ്ഥലം പറയും. ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ വെച്ചിട്ട് ഇത് സൈൻ ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഈ മരം ഇതിൽ ലോഡ് കയറ്റിയിരിക്കുന്ന മരം പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണുന്നില്ല, അതവർ അറിയുന്നില്ല, അത് പിന്നെ അവർ ശ്രദ്ധിക്കാനും പോകുന്നില്ല. അത് അവരുടെ വിഷയമല്ല എന്നുള്ള രീതിയിലാണിത്. ഇതിലെ വേണം കൊണ്ടുപോക്കുക എന്നുള്ളതാണ്. ആ ഗോവ കടന്നു കിട്ടണം, അതുവരെ അവർക്കും പ്രശ്നമുള്ളൂ. ഇത് ഗോവയുടെ ഉള്ളിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എവരെയും ബാധിക്കുന്നുള്ളൂ, വെളിയിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവരെയും ബാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ അവിടെ നിന്ന് കറക്റ്റായിട്ട് വളരെ നീറ്റായിട്ട് ആ സാധനം ചെക്ക് പോസ്റ്റ് എത്തിക്കും. ചെക്ക് പോസ്റ്റിൽ വിഷയമല്ല, അവർ കരുതുന്നത് ഇത് ജെന്യുവിൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കൈമടക്ക് വാങ്ങിയിട്ട് വളരെ റെയറായിട്ട് മാത്രമേ ഇതിൻ്റെ അളവുണ്ടോ തൂക്കമുണ്ടോ അത് കാശിന് വേണ്ടി മാത്രം ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രിഡ്ജിലൊന്നും കയറുന്ന പരിപാടിയില്ല. അയ്യേ, അത് അവർ അവിടെ കൊണ്ടുപോയാൽ ചിലപ്പോൾ ഇതാക്കുമായിരിക്കും. അവരും ക്യൂബിക്കാണ് സാധനം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഒരു സുമാർ അളവുണ്ടാവും. ഇത് വെറുതെ കിട്ടുന്ന സാധനമായതുകൊണ്ട് ഇതിന് കൂടുതൽ അളവുകളോ കാര്യങ്ങളോ ബില്ലുകളോ ഇതൊന്നും ആവശ്യമില്ല. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വിറകിനെന്ന് പറഞ്ഞു വന്ന മരം, വിറകിനെന്ന് വന്ന് പറഞ്ഞ മരം കാണുമ്പോഴും അത് കരിഞ്ഞു കിടക്കുക വിറകിനുള്ള മരമാണ്. കാരണം ഇത് മുറിച്ചിട്ട മരം ഒരു സീസണിൽ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മരങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മഴയും വെയിലും കൊണ്ടാൽ ഇത് കറക്കും മരം. അക്കേഷ്യ പ്രത്യേകിച്ച് മണ്ണിൽ കിടക്കുക. അത് കാണുമ്പോഴറിയാം ഇത് വിറകിനോ എന്തിനോ പോകുന്നതെന്ന്. ആരും തടുക്കത്തില്ല. ഇത് വിറകിന് ഒരാളും ഗോവയിൽ പോയിട്ട് ഇത്രയും ലോഡ് സാധനം വിറകിന് കേരളത്തിലേക്ക് കൊണ്ടുവരത്തില്ല. കാരണം വിറകിനും ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ ഇവിടെ വേറെയുണ്ട്. ഇത് പിന്നെ ഈ സാധനം കൊണ്ടുവന്ന് നേരെ പല രീതിയിൽ ഫർണിച്ചറാവുകയാണ്. അതിപ്പം വണ്ടൂർ സൈഡിൽ അല്ലെങ്കിൽ മഞ്ചേരി സൈഡിലുള്ള നമ്മൾ റോഡ് കവർ ചെയ്ത് പോകുമ്പോൾ ഒരു 10 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് മിനിമം 5 മില്ലുകളെങ്കിലും കാണാൻ പറ്റും. റോഡ് സൈഡിലായിരിക്കത്തില്ല എന്നത്ര പോക്കറ്റ് റോഡ് കയറിയിട്ട് ഉള്ളിലായിരിക്കുന്നു. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പെർമിഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്രാദേശികമായി ഗോവയിൽ ഈ മരം മുറിക്കലിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെയുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയച്ചു തരാം. ഇപ്പം അടുത്ത് അവിടെ നടന്ന ഒരു പ്രശ്നത്തിൻ്റെ അതിൽ ഈ വ്യക്തികളെ കുറിച്ച്. കാരണം അതിൽ കറക്റ്റായിട്ട് പറയുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് പോലും ഇതിൽ എന്താണ് ഇത് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ തേക്കിൻ്റെ ഫർണിച്ചർ എന്ന് പറഞ്ഞ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ മലപ്പുറത്ത് നിന്നൊക്കെ വരുന്ന ഫർണിച്ചറുകൾ കൂടുതലും അക്കേഷ്യയാണ്. അക്കേഷ്യയും തേക്കും കണ്ട പെട്ടെന്ന് സാധാരണക്കാരന് മനസ്സിലാവത്തില്ല. അത് എക്സ്പേർട്ടായിട്ട് കളർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൽ മരം കളർ ചെയ്തിട്ട് ഇപ്പം അക്കേഷ്യയുടെ ഒക്കെ ഒരു നല്ല പീസ് വന്നു കഴിഞ്ഞാൽ അത് പോളിഷ് ചെയ്യാതെ തന്നെ അത് തേക്ക എന്ന് പറയുന്ന ആളുകളുണ്ട്, ഒന്നും ചെയ്യാതെ. അപ്പോൾ അതിൻ്റെ അത് പണിത് വരുന്നു. ഇപ്പോൾ ഗോവയിൽ സെയിൽ ചെയ്യുന്ന സാധനം ഗോവയിൽ നിന്നും മരം മഞ്ചേരിയിലേക്ക് വന്നതിന് ശേഷം മഞ്ചേരിയിൽ നിന്ന് അത് ശരിയാക്കി അതിനെ ഫർണിച്ചറാക്കിയിട്ടാണ് റിട്ടേൺ വീണ്ടും ഗോവയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇവിടെ വിൽക്കുന്ന കാശല്ല ഗോവയിൽ കേരളത്തിൽ നിന്നുള്ള ഫർണിച്ചറിന് മാർക്കറ്റ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിൽ ഫർണിച്ചർ വന്ന് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 വർഷം അങ്ങനെ ആവുന്നുള്ളൂ. അവിടെ ഇൻഡസ്ട്രിയിലായിരുന്നു. അതായത് പൈപ്പ് കൊണ്ടുള്ള കട്ടിലുകൾ, സാധാരണ ഗോദ്രേജിൻ്റെ പോലെയുള്ള അലമാരകളായിരുന്നു അവിടുത്തത്. അവിടെ ഫർണിച്ചർ വാങ്ങുക എന്ന് പറഞ്ഞാൽ വൻകിട ആളുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള സാധനം വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം കണ്ടമാനം റിസോർട്ടുകളിലും അതേപോലെയൊക്കെ പോകുന്നത് ഈ കേരളത്തിലുള്ള ഫർണിച്ചറാണ്. ഇവരെ ഈ ബിസിനസ് മേഖല കേരളം മാത്രമല്ല, ഫർണിച്ചർ മൊത്തം ഇന്ത്യയിൽ 2 സ്ഥലത്ത്, ഒന്ന് ഡൽഹിയിൽ നിന്ന് വരുന്ന ഫർണിച്ചറാണ്. അതിന് തീരെ വാല്യൂ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും, ഡിസൈൻ കൂടുതലായിരിക്കും, പെട്ടെന്ന് പോകും. ഇവിടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈട് നിൽക്കും, താരതമ്യേന വിലയിലുള്ള വരുന്ന ഒരു വ്യത്യാസവും. ഒരു ഓൾമോസ്റ്റ് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഒരു 10-15,000 രൂപ ആണെങ്കിൽ അതവിടെ 40,000-45,000 രൂപ 50,000 രൂപ റേഞ്ചാണ് അവിടെ. ഇവിടുന്ന് ഇത് പണിതിട്ട് വീണ്ടും ലോഡ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ഇവിടെ വന്നിട്ട് പണിതിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഫർണിച്ചറിന് എന്തെങ്കിലും പേപ്പറുണ്ടോ? ഇല്ലല്ലോ. അവിടെ നിന്ന് വിൽക്കുന്നതിന് ആർക്കും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് ആർക്ക് കാശ് കൊടുക്കണം? ആർക്കും കൊടുക്കണ്ട. ഇടയിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും ചെറിയ പൈസ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവായി, ചോദ്യമില്ലല്ലോ. ഇവിടുന്ന് ഫർണിച്ചർ ലോഡ് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ ഷോപ്പുകളിൽ പോയി ഫർണിച്ചർ ചെയ്യുന്ന സുന്ദര ഫർണിച്ചർ ആയാലും ഇതുപോലുള്ള ഷോപ്പുകളിലേക്ക് ഫർണിച്ചർ അവിടെ നിന്ന് പണിയുന്നതല്ല, ഇവിടുന്ന് പണിതിട്ടാണ് ഈ സാധനം വിൽക്കാനൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ മരം എടുക്കാൻ പോകുമ്പോൾ ഈ പിന്നെ ലോറി ചിലപ്പം ഈ ലോഡും കൊണ്ടായിരിക്കും പോകുന്നത്.
അവിടത്തേക്ക് ഇപ്പോൾ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അവിടെ അൺലോഡ് ഇപ്പോൾ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 5 റൂമുള്ള ഒരു റിസോർട്ട്, അവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകൾ അന്നന്ന് ഡെയിലി വന്നുകൊണ്ടിരിക്കുക, ഡെയിലി ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക റിസോർട്ടുകളും മറ്റുള്ള. അപ്പോൾ ഒരു റിസോർട്ടിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 2 ലോറി വേണം ആ ഒരു റിസോർട്ടിനുള്ള സാധനം കൊണ്ടുപോകാൻ. റിട്ടേൺ ഇങ്ങോട്ടേക്ക് മരം കയറ്റിക്കൊണ്ടുപോകും. അതിൽ പോകുന്ന വഴിക്ക് ഈ ഫർണിച്ചർ പോകുമ്പോഴോ വരുമ്പോഴോ ഒന്നും എവിടെയും വളരെ വളരെ റെയറായിട്ട് മാത്രം ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും കൈ കാണിച്ചാലോ പിടിച്ചാലോ എന്ന് മാത്രമേ ഉള്ളൂ. നല്ല സുലഭമായിട്ട് ഇത് അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും വരുന്നു, മരങ്ങളും പോകുന്നു. ബില്ല് നോക്കണ്ട, ബില്ല് പല രീതിയിലടിക്കും. ബില്ല് നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന ബില്ല് ജെന്യുവിനാണ്. ജെന്യുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ ബില്ലാണ്. ബില്ല് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കോ ഗവൺമെൻറ്റിനോ ഇത് കൊടുക്കുമ്പം എങ്ങനെ എന്നുള്ളതല്ല. ബില്ല് പ്രകാരം ബില്ല് ഫേക്കോ അങ്ങനെ ഒന്നുമല്ല. കാരണം അവരവരെ ഇത് വെച്ചിട്ട് അവരെ ഷോപ്പിൽ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തു. അവിടെ സ്റ്റാഫുണ്ട്. അപ്പോൾ ആ സ്റ്റാഫിന് മലയാളം അറിയത്തില്ല. സ്റ്റാഫ് ഗോവക്കാരിയാണ്. ഗോവക്കാരിക്ക് ഓൾറെഡി സ്ഥിരമായിട്ട് അറിയാം എന്താണ് എഴുതേണ്ടതെന്ന്. ബില്ലടിക്കണം എന്ന് പറയുമ്പോൾ അവർ ബില്ലടിച്ചോളൂ. അവർക്കറിയാം എന്താണ് ബില്ല് എന്നുള്ളത്. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. എല്ലാം ഒരേ ടൈപ്പിലാണ് വരുന്നത്. അളവിലും തൂക്കത്തിൽ ചെറിയ മാറ്റങ്ങൾ കാണിക്കും. അതായത് ഇത്രയുണ്ട്, ഇതിലിത്രയുണ്ട്, ഇതിലിത്രയുണ്ടെന്ന് അത് മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഗോവയിൽ നിന്ന് വന്ന അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്നത് കള്ളത്തടി എന്നാണ് DNA ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. അതിന് ശരിവയ്ക്കുന്ന തെളിവുകളും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതോടുകൂടി ഭയപ്പാടിലായത് ഒരുപാട് പേരാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞങ്ങൾക്ക് വന്നു തുടങ്ങുകയും ചെയ്തു. എന്തായാലും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അനുഭവസ്ഥനിൽ നിന്ന് തന്നെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എങ്ങനെയാണ് ഗോവയിൽ നിന്ന് ഈ മരം മുറിക്കുന്നതെന്നും എത്ര രൂപയാണ് അതിന് ചിലവാകുന്നതെന്നും ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് ഈ വാഹനം കേരളത്തിലെത്തുന്നതെന്നും ഇത് എവിടെയാണ് അൺലോഡ് ചെയ്യേണ്ടത് എന്നുമൊക്കെ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളുടെ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്ത ഇവിടെ നിലയ്ക്കുന്നില്ല, തുടരും.